2011 മോഡലിൽ ലോ കിലോമീറ്ററോടെ 1,39,000 കിലോമീറ്റർ മാത്രോടെ ഷോറൂം കണ്ടീഷൻ വരുന്ന പക്ക നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന ഒരു ടച്ചപ്പ് പോലും കയറാത്ത ബമ്പർമലൊക്കെ ചെറിയ ടച്ചപ്പ് കയറുന്നുണ്ട് എന്നല്ലാതെ ബോഡിമേൽ കാര്യങ്ങളൊന്നും ഒരു ടച്ചപ്പും കയറാത്ത ഈ വണ്ടിയായിട്ട് നമുക്ക് സ്റ്റോക്ക് ഒന്നുള്ളത് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് ഇല്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. അത്രയും നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് വരുന്നത്. നമ്മൾ വന്ന കണ്ടീഷനിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ചെറിയ മൈന്യൂട്ട് കേസുകളൊക്കെ ഈ വാഹനത്തിലുണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് തരും കേട്ടോ. നമുക്ക് ടൈപ്പ് 2ക്ക് കൺവേർഷൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തരാൻ കഴിയും. കളർ ചേഞ്ച് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് തരാൻ കഴിയും കേട്ടോ. നമുക്ക് ഈ വാഹനം നമുക്ക് ഇന്നലെയാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റോക്ക് വന്ന കണ്ടീഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താണ് ഇപ്പോൾ ഇടുന്നത്. ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 80-85% ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒറിജിനാലിറ്റി വരുന്നൊരു വാഹനമാണ്. ഇതിന്മേലൊന്നും ടച്ചിങ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്തൊന്നും എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. 2011 മോഡലിൽ ഇത്രയും ക്വാളിറ്റിയിൽ വരുന്ന റീറൈസർ വാഹനങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. 100% അല്ല 99% ഗ്യാരണ്ടിയാണ്. പിന്നെ ഈ ഒരു സൈഡ് ഭാഗങ്ങൾ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഒറിജിനാലിറ്റി എങ്ങനെയാണോ അതേ ലെവലിൽ തന്നെ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അത് ടച്ചിങ് കാര്യങ്ങളൊന്നും ബാക്ക് സൈഡിൽ എവിടെയും കാണിക്കുന്നില്ല. ഇവിടെ സ്ക്രാച്ച് ഉണ്ട്, ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചാണ് വരുന്നത്. അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾ ഒറിജിനലാണ്. ഈ ഒരു സൈഡ് ഭാഗങ്ങളിലൊന്നും ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ, അതേപോലെ ഡോർ പാഡ് കാര്യങ്ങൾ, ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ അതർ സ്റ്റേറ്റിൽ നിന്ന് വരുന്ന വാഹനത്തുമ്പോൾ കൂടുതലും ഒരുപാട് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഈ വാഹനത്തുമല്ല. സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങിയപ്പോൾ സീറ്റ് കവറാണ്. ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ച് കാര്യങ്ങളുണ്ട്. ആ ഒരു കാലപ്പഴക്കത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്കയാണ്. ഇതിൻ്റെ ടോപ്പ് കാര്യങ്ങളും ഇതുവരെ നമ്മൾ വാഷ് ചെയ്തിട്ടില്ല കേട്ടോ. ഷോറൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് വാഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ കണ്ടീഷനിലാണ്. ഓവർ വാഷിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തില്ല. അത്രയും കണ്ടീഷനിലാണ് നിൽക്കുന്നത്. പിന്നെ അതേപോലെ ബാക്ക് സൈഡ് സീറ്റ് കവേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക നീറ്റ് തന്നെ അല്ല കേട്ടോ. അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ വാഷും കാര്യങ്ങളൊന്നും ചെയ്തില്ല. വന്ന അതേ കണ്ടീഷനിലാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഈ ബോണറ്റിൻ്റെ ഇവിടെ മാത്രം ചെറിയൊരു ചെലുക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു ലോറി എന്തോ നിർത്തിയപ്പോൾ അവിടെ പോയി തട്ടിയതാണ്. ജസ്റ്റ് ഒന്ന് ചെറിയ തട്ടിൽ തട്ടിയതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഈ ഒരു സൈഡ് ഭാഗത്തോ ഇവിടെ എവിടെയും നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല. ഗ്യാരണ്ടിയാണ്. അതേപോലെ ഫ്രണ്ട് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളിലൊന്നും എവിടെയും തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഭാഗങ്ങളിലൊന്നും നിങ്ങൾക്ക് തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല കേട്ടോ. നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാം. എനിക്ക് ഈ ഒരു വാഹനത്തുമ്മേ ആക്സിഡൻറ്റ് ഹിസ്റ്ററി മേജറായിട്ട് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. ഫ്ലഡ് കാര്യങ്ങൾ അപ്പുറത്തെ സൈഡാണ്. ഇത് വാഷ് ചെയ്തില്ല. വാഷ് ചെയ്ത് അതിലേറെ നല്ല ക്വാളിറ്റിയിൽ നിൽക്കും. നമുക്ക് ഇന്നലെ വന്നുകൊണ്ട് അതിനൊന്നും നമുക്ക് ടൈം കിട്ടിയില്ല. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ല. പക്ക ക്വാളിറ്റി തന്നെ അല്ല കേട്ടോ. പിന്നെ ഈ ബമ്പറിൻ്റെ ഈ ഒരു സൈഡ് കൂടെ ചെറിയ സ്ക്രാച്ച് ഉണ്ട്. നമുക്ക് ടൈപ്പ് 2 ആക്കേണ്ടവർക്ക് ഈ ബമ്പർ, ബോണറ്റ്, ഫെൻഡർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. ഈ ഒരു വണ്ടിൻ്റെ ഫുള്ള് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഫുള്ള് ഒറിജിനൽ പെയിൻ്റാണ് വരുന്നത് കേട്ടോ. ചെറിയ മൈന്യൂട്ട് സ്ക്രാച്ചുകളുണ്ട്. നമ്മൾ വന്ന അതേ കണ്ടീഷനിലാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ബോണറ്റിൻ്റെ അവിടെ ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട്. വേറൊരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നും ഈ വണ്ടിക്ക് ഫ്രണ്ടിലോ എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. ഈ ഒരു ബമ്പർമേലൊക്കെ സ്ക്രാച്ചസുകളുണ്ട്. സൈഡിൽ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് ചെയ്യാത്തൊരു വണ്ടിയാണ്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒറിജിനൽ പാർട്സാണ് വരുന്നത്. 2011 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കിലോമീറ്റർ ഓടിയുള്ളത് 1,39,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. 2011 സംബന്ധിച്ചിടത്തോളം വളരെ ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. ഇത് കംപ്ലീറ്റ് ഒറിജിനൽ പാർട്സിലെ വാഹനം തന്നെയാണ്. മേജർ ആക്സിഡൻറ്റ്, ഫ്ലഡ് കാര്യങ്ങൾ, മേജർ കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനമാണ്. ഈ വാഹനം ടൈപ്പ് 1 ഈ കാണുന്ന കംപ്ലീറ്റ് ചെറിയ മൈന്യൂട്ട് കേസുകളൊക്കെ തീർത്ത് പോളിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് 9,35,000 രൂപയും. അതേപോലെ നിങ്ങൾക്ക് ടൈപ്പ് 2ക്ക് കൺവേർഷൻ ചെയ്ത് ബമ്പർ മാറുന്നുണ്ട്, ഫ്രണ്ട് ഹെഡ്ലൈറ്റ് മാറുന്നുണ്ട്, ബോണറ്റ് മാറുന്നുണ്ട്, അതേപോലെ ബാക്ക് ടൈലാമ്പ് കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് ടൈപ്പ് 2ക്ക് കംപ്ലീറ്റ് കൺവേർഷൻ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ്
10,50,000 രൂപയുമാണ് കേട്ടോ. ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ്. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടിലൻ വാഹനങ്ങളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്.